ഇന്ന് നമുക്ക് ബേക്കറിയിൽ നിന്നും കിട്ടുന്ന കോഴിക്കോടൻ കറുത്ത ഹൽവ അതേ ടേസ്റ്റിൽ വീട്ടിലൊന്നും ഉണ്ടാക്കി നോക്കാം. ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 400 ഗ്രാം മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കാം. ജസ്റ്റ് ഇതതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി, കൂടുതൽ കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലേക്കിനി മൈദമാവ് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിനെ അടച്ചു വെച്ച് ഒരു 7-8 മണിക്കൂർ ഒന്ന് മാറ്റി വെക്കാം. മാവ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഇപ്പോൾ 8 മണിക്കൂർ കഴിഞ്ഞു. ഈ മാവിന് നല്ല പോലെ പിഴിഞ്ഞ് മൈദയിലെ വേസ്റ്റ് മുഴുവൻ ഒഴിവാക്കി കളയണം. ഒരു 6-7 മിനിറ്റ് പിഴിഞ്ഞെടുത്താൽ ഇതുപോലെ മൈദയുടെ ചണ്ടി വേർതിരിച്ച് കിട്ടും. ഇത് ഒഴിവാക്കി കളയാം. ഇതൊന്ന് അരിച്ചിട്ട് മുഴുവൻ ചണ്ടിയും മാറ്റാം. ഇതിന് ഒരു 12 മണിക്കൂർ ഒന്ന് മാറ്റി വെക്കാം. ഇതിപ്പോൾ 12 മണിക്കൂർ കഴിഞ്ഞു. ഇനി പതുക്കെ ഇതിലെ വെള്ളം ഊറ്റിക്കളയാം. വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അടിഭാഗം നല്ല കട്ടിയിൽ നിൽക്കുന്നുണ്ടാവും, അതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി വീണ്ടും ഇതിലേക്കൊരു 4 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് ഒരു 12 മണിക്കൂർ കൂടി ഒന്ന് മാറ്റി വെക്കാം. മാവ് നല്ലപോലെ പുളിച്ചതിന് ശേഷം വേണം ഹൽവ ഉണ്ടാക്കാൻ. നേരത്തെ ചെയ്ത പോലെ മുകളിൽ ഊറി നിൽക്കുന്ന വെള്ളം ഒഴിവാക്കിയെടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് ഹൽവ തയ്യാറാക്കാം. ഹൽവ സെറ്റ് ചെയ്യാനുള്ള പാത്രം ആദ്യം തന്നെ റെഡിയാക്കി വെക്കാം. പാത്രത്തിൽ കുറച്ച് എണ്ണ തടവിയിട്ട് കുറച്ച് എള്ളും തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും വെച്ച് കൊടുക്കാം. എഴുന്നൂറ് ഗ്രാം ശർക്കരയിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് ഉരുക്കിയെടുക്കാം. ഹൽവ തയ്യാറാക്കാൻ എടുക്കുന്ന പാത്രത്തിലേക്ക് ഇതൊന്ന് അരിച്ചൊഴിക്കാം. ചുവട് കട്ടിയുള്ള കുറച്ച് കുഴിഞ്ഞിട്ടുള്ള വലിയ പാത്രം വേണം എടുക്കാൻ. ഇനി തീ ഓൺ ചെയ്യാം. ശർക്കര തിളക്കാറാകുമ്പോൾ മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു കൈ കൊണ്ട് നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ മാവ് കട്ട പിടിക്കും. തീ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം മാവ് ഒഴിക്കാൻ. മാവ് ഒഴിച്ചു കഴിഞ്ഞാൽ മീഡിയം തീയിൽ വെച്ചിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. മാവൊന്ന് കുറുകി വരാൻ തുടങ്ങുമ്പോൾ ഒരു 600 ml വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയിൽ കിടന്ന് വേണം മാവ് വെന്ത് വരാൻ. ഇതിൽ നിന്ന് ഒരു അല്പം എണ്ണ മാത്രമേ ഹൽവയിലേക്ക് പിടിക്കുള്ളൂ. 1/2 ലിറ്ററോളം എണ്ണ ചട്ടി തന്നെ ബാക്കി വരും. ചട്ടി പ്ലക്കർ കൊണ്ട് നല്ല പോലെ പിടിച്ച് വേണം ഇളക്കാൻ. അതുപോലെ ഇളക്കുമ്പോൾ എണ്ണ പുറത്തേക്ക് തെറിക്കുന്നത് ശ്രദ്ധിക്കണം. ഇതുപോലെ കട്ടിയായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ചുക്കുപൊടി, 1 ടീസ്പൂൺ ഏലക്കപ്പൊടി, 1 ടീസ്പൂൺ വെളുത്ത എള്ള്, കുറച്ച് തേങ്ങാക്കൊത്ത്, കുറച്ച് അണ്ടിപ്പരിപ്പ്, ഇതെല്ലാം ചേർത്ത് നല്ലപോലെ ഇളക്കിയെടുക്കാം. ഇനി ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് വേണം ഇളക്കാൻ. ഏകദേശം ഹൽവ റെഡി ആയിട്ട് വരുമ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ചട്ടുകം കൊണ്ട് എടുക്കുമ്പോൾ വലിഞ്ഞു വരുന്നൊരു പരുവത്തിലാവുമ്പോൾ ചട്ടിയിൽ നിന്നും മാറ്റാം. തീ ഓഫ് ചെയ്താൽ പെട്ടെന്ന് തന്നെ ചട്ടിയിൽ നിന്നും മാറ്റണം. ഏകദേശം ഒരു 35 മിനിറ്റ് സമയമാണ് എടുത്തത്. 1/2 മണിക്കൂറോളം മീഡിയം ഫ്ലെയിമിലും ഹൈ ഫ്ലെയിമിലുമായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അവസാനത്തിൽ 5-6 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം. അതല്ലെങ്കിൽ ഹൽവ എണ്ണ കുടിക്കും. വേവ് കുറഞ്ഞാൽ വളരെ സോഫ്റ്റ് ആയിട്ടിരിക്കും. വേവ് കൂടിക്കഴിഞ്ഞാൽ കട്ടിയായിട്ടും വരും. പാകത്തിന് വേവ് നോക്കിയിട്ട് എടുക്കണം. മുകൾ ഭാഗം നല്ല പോലെ അമർത്തിയിട്ട് ലെവൽ ചെയ്ത് കൊടുക്കണം. ഇതിന് തണുത്തതിന് ശേഷം വേണം പാത്രത്തിൽ നിന്നും മാറ്റാൻ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.